ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷോസ് കിച്ചൺ വ്ലോഗ്. നമ്മൾ വന്നിട്ടുള്ളത് പൊന്നാനിക്കാരുടെ സ്വന്തം മുട്ടപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ മുട്ടപ്പത്തിരി തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഇപ്പോൾ രാവിലെയാണ് വെക്കുന്നതെങ്കിൽ രാത്രി കുതിർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 10 പപ്പടം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് നമുക്കിതുപോലെ ഒന്ന് കുതിർത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ പച്ചരി മുഴുന്നുമെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് കുതിരാനായിട്ട് വെച്ചത്, രാവിലെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പപ്പടവും നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ആദ്യം കുറച്ച് പച്ചരിയും കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റും. ഇനി ബാക്കി വരുന്ന പച്ചരിയും പപ്പടം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതേ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. ഒരിക്കലും വെള്ളം കൂടി പോകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പത്തിരി പെട്ടെന്ന് തന്നെ ഫ്ലോപ്പായി പോകും. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത ഈ ഒരു മിക്സ് നേരത്തെ അരച്ചു വെച്ച ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിക്കാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഒട്ടും തന്നെ വെള്ളം കൂടാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. ഈ ഒരു സമയത്താണ് നമ്മളിതേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ പത്തിരിയുടെ കണക്ക്. ഇതുപോലെ ഒരു തവിയാണ് ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചെടുക്കേണ്ടത്. ഫ്ലെയിം നല്ല കുറയാനും പാടില്ല, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് എണ്ണ കുടിച്ചിട്ട് പത്തിരി ഫ്ലോപ്പായി പോവും. ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഒരു തവി ഒഴിച്ചെടുക്കുമ്പോൾ അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ആ ഒരു ടൈമിലാണ് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. കണ്ട നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ ഇതുപോലെ ഓരോ പത്തിരിയും നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാനായിട്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ടപ്പത്തിരി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ബീഫ് കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. കുക്കറിലാണ് കേട്ടോ നമ്മൾ കറി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു 4 സവാള മതിയാകും. ഇനി ഇതിലേക്ക് 3 തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ വേവിക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ട് വഴറ്റി കൊടുക്കുന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്,
ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആ ഒരു മസാല എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വറവ് തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 5 to 10 ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബ്രൗൺ നിറമാകുമ്പോൾ അല്പം കറിവേപ്പില ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ആ ഒരു ചൂടോടുക്കനെ തന്നെ നമുക്കിത് ബീഫ് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലായിട്ട് നമ്മുടെ കറിക്ക് കിട്ടുന്നത്. ഇനി ഈ ഒരു ബീഫ് കറിയും അതുപോലെ തന്നെ നമ്മുടെ മുട്ടപ്പത്തിരിയും നല്ല കോംബോ ആണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മീഡിയം ഫ്ലെയിമിൽ ടു ഹൈ ഫ്ലെയിമിൽ വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ഒരിക്കലും ലോ ഫ്ലെയിമിൽ പൊരിച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പത്തിരി ഫ്ലോപ്പായിട്ട് പോകും. അപ്പോൾ എന്നും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ടാക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.